കൂട്ടുകാരെ, മൂങ്ങമുത്തശ്ശി എന്തു ചെയ്തെന്നറിയണ്ടേ? മൂങ്ങമുത്തശ്ശി അതിരാവിലെ എഴുന്നേറ്റ് ദൂരെയുള്ള മലക്കപ്പാറയിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് പരുന്തുകളുടെ നേതാവായ ജഗന്തൻ പരുന്തിനെ കണ്ട് മാന്ത്രിക പഴത്തെക്കുറിച്ച് പറഞ്ഞു. മൂങ്ങമുത്തശ്ശിയുടെ ആവശ്യപ്രകാരം ജഗന്തൻ യാത്രയ്ക്ക് സമ്മതിച്ചു. ഇതാ ഈ മാന്ത്രിക തൂവൽ കൂടി കയ്യിൽ വെച്ചോ, ആവശ്യം വരുമ്പോ ഉപയോഗിക്കണം കേട്ടോ. മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടെ ജഗന്തൻ യാത്ര ആരംഭിച്ചു. കടലുകളും കാടുമൊക്കെ കടന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ഒടുവിൽ ഗുഹയ്ക്കടുത്തെത്തി. മൂങ്ങമുത്തശ്ശി പറഞ്ഞതനുസരിച്ച് ജഗന്തൻ ഗുഹയിലേക്ക് കയറാനൊരുങ്ങി. പെട്ടെന്നൊരു ശബ്ദം, ഒരു മിന്നലും. ആരാ? എന്താ ഇവിടെ കാര്യം? ജഗന്തൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഉള്ളിലേക്ക് നോക്കിയപ്പോഴല്ലേ കണ്ടത് ഒരു വലിയ സർപ്പം. കയ്യിൽ ഒരു തിളങ്ങുന്ന മാന്ത്രിക പഴവുമുണ്ട്. എന്താ? ഇത് നല്ല തമാശ. ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ മാതൃകപ്പഴം നിനക്ക് വേണമെന്നോ? ഇത് കഴിച്ച് ഒത്തിരി നാൾ എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കേണ്ടതാ. വേഗം വിട്ടോ ഇവിടുന്ന്, അല്ലെങ്കിൽ എന്റെ നാവിൽ നിന്ന് വരുന്ന തീ കൊണ്ട് നിന്നെ ഞാൻ ചാരമാകും. ജഗന്തൻ അല്പം ഭയപ്പെട്ടു. എങ്ങനെയാ ഈ പഴം കൈക്കലാക്കുക? ജഗന്തൻ അല്പം നീങ്ങിയിരുന്ന ആലോചനയിൽ മുഴുകി. അവൻ പതുക്കെ തന്റെ മാന്ത്രിക തൂവലെടുത്തു. കണ്ണടച്ച് സർപ്പരാജകുമാരനാകാൻ ആഗ്രഹിച്ചു. ദാ അപ്പോ തന്നെ ജഗന്തൻ ഒരു സർപ്പരാജകുമാരനായി മാറി. എന്നിട്ട് അവൻ വേഗം ഗുഹയുടെ വാതിൽക്കലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, വരുന്നോ? ഇന്ന് ചൂരമലക്കാറ്റിൽ ഒരു നൃത്ത മത്സരമുണ്ട്. വാ, നീ നന്നായി നൃത്തം ചെയ്തതല്ലേ? ഞാൻ ഇപ്പൊ വരാം. ഈ മാതൃകപ്പഴം ഒന്ന് കഴിച്ചോട്ടെ. അത് തിരിച്ചു വന്നിട്ട് കഴിക്കാം. ഇപ്പൊ ഒരു പരത്ത് വന്ന് ചോദിച്ചിട്ട് പോയതാ. അവരിവിടെ എവിടെയോ ഉണ്ട്. ചുറ്റും കള്ളമാരാ. ഇത് കഴിച്ചിട്ട് വരാവേ. നാഗമേ, ഈ അത് ഗുഹയുടെ ഉള്ളിൽ കൊണ്ടുപോയി വെക്ക്. എന്നിട്ട് ഇതാ ഈ കല്ലോട്ട് വാതിലടക്ക്. വാ ഇങ്ങോട്ട്. വേഗം പോകണം, അല്ലെങ്കിൽ മത്സരം കഴിഞ്ഞു പോവും. ശരി. നാഗമ്മ വേഗം തന്നെ മാന്ത്രികപ്പഴം അകത്ത് വെച്ചിട്ട് ഗുഹയടച്ച് പുറത്തേക്ക് ഇറങ്ങി. രണ്ടുപേരും കൂടി ചൂരമലക്കാട്ടിലേക്ക് യാത്രയായി. പകുതി വഴി കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും നല്ല വിശപ്പ് തോന്നി. അടുത്ത് കണ്ട അത്തിമരത്തിലേക്ക് കയറി. എന്നിട്ട് രണ്ടുപേരും വയറ് നിറയെ അത്തിപ്പഴങ്ങൾ പറിച്ചു കഴിച്ചു. അല്പനേരം വിശ്രമിച്ചിട്ട് പോയാലോ സർപ്പരാജ? ശരി. നാഗമ്മ ചുരുണ്ടുകൂടി കിടന്ന് ഒന്ന് വിശ്രമിക്കാൻ തുടങ്ങിയ നേരത്ത് സർപ്പരാജാവായി മാറിയ പരുന്തച്ചൻ എന്തു ചെയ്തെന്നോ? തന്റെ മാന്ത്രിക തൂവൽ നോക്കി. അയ്യോ, മാന്ത്രിക തൂവൽ കാണുന്നില്ലല്ലോ. അവൻ തിരിച്ചു നടന്നു, ചുറ്റിനും നോക്കി. ഓ ഭാഗ്യം, ദാ ഒരു മുൾച്ചെടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. അവൻ വേഗം തന്നെ ആ മാന്ത്രിക തൂവലെടുത്ത് കണ്ണടച്ചു. പഴയ പോലെ പരുന്തായി മാറാൻ ആഗ്രഹിച്ചു. ദാ ഉടൻ തന്നെ അവൻ പഴയ പോലെ പരുന്തായി മാറി. എന്നിട്ട് വേഗത്തിൽ പറന്ന് നാഗമ്മയുടെ ഗുഹയിലേക്ക് എത്തി. കല്ലെടുത്ത് മാറ്റി വേഗം തന്നെ ആ മാന്ത്രികപ്പഴം ഓടിച്ചെന്നെടുത്തു. എന്നിട്ട് തിരിച്ചു പറന്നു. ഉറക്കമുണർന്ന നാഗമ്മ സർപ്പരാജനെ കാണാതെ ചുറ്റിനും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് എത്തിയ പരുന്തച്ചൻ പറഞ്ഞു, നീ പോയില്ലേ ഇതുവരെ? പോടാ പോടാ പോടാ. പരുന്തിന്റെ കയ്യിലെ മാന്ത്രികപ്പഴം കണ്ട് നാഗമ്മയ്ക്ക് താൻ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലായി. അവൾ തീ തുപ്പാൻ തുടങ്ങി. അപ്പോൾ
അപ്പോഴേക്കും ജഗന്തൻ പരുന്ത് വേഗത്തിൽ ഉയരത്തിലേക്ക് പറന്നു. എന്നിട്ട് കാടുകളും മലകളും ഒക്കെ കടന്ന് അങ്ങനെ യാത്ര തുടർന്നു. കൂട്ടുകാരെ, ആരെയും അമിതമായി വിശ്വസിക്കരുത് കേട്ടോ. ചിലപ്പോൾ നാം ചതിയിൽപ്പെട്ടു പോകും. ഓർക്കണേ. Hello friends, if you like our videos, please subscribe to our channel.